രക്ഷിതാക്കളെ, മക്കളെ നമ്മുടെ കൈകളിൽ നിന്ന് നമ്മൾ വിട്ടുപോകരുത്. അവർ നമുക്കുള്ള കരുത്താണ്. എങ്ങനെയെല്ലാം എന്നറിയുമോ നിങ്ങൾക്ക്? ഈ ജീവിതം അവസാനിക്കുന്ന വേളയിൽ പോലും നമ്മൾ അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ? മരണത്തിന്റെ സന്ദർഭത്തിൽ അരികത്തു ചേർന്നിരുന്ന് ബാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ എന്ന് പറയുന്ന ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ എന്ന് സ്നേഹത്തോടുകൂടെ നെഞ്ചുപൊട്ടി പറയുന്ന ഒരു മകനും മകളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ആരാണുള്ളത്? കഴിഞ്ഞില്ല. നാം മരിച്ചു വന്നു കേട്ടാൽ ആകാശ ലോകത്തേക്ക് ഉയരുന്ന ആത്മാർത്ഥതയുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്കെന്നും സമാധാനവും സന്തോഷവും ബാക്കി നിർത്തുന്ന മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണ് സഹോദരങ്ങളെ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ, എന്റെ മയ്യത്ത് നീ കുളിപ്പിക്കണം മകനെ, നീ കുളിപ്പിക്കണം മകളെ എന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ആരാണ് നമ്മുടെ നാടുകളിലുള്ളത്? നമ്മുടെ ജനാസക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇമാമത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മുടെ ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് അവിടെ നിന്ന് 3 പിടി മണ്ണ് വാരിയിട്ട് നെഞ്ചുപൊട്ടി അല്ലാഹുവേ ധൈര്യം കൊടുക്കണേ എന്ന്, ധൈര്യം കൊടുക്കണേ എന്ന്, പുറത്തു കൊടുക്കണേ എന്ന്, ചോദ്യങ്ങൾക്ക് ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇഖ്ലാസുള്ള സ്വാലിഹീങ്ങളായ ഒരു മക്കളെ നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഏതു രക്ഷിതാവാണ്, ഏതു മനുഷ്യനാണ് എന്റെ ശബ്ദം കേൾക്കുന്നത്? അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു മകനെയും മകളെയും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലമെന്ന ഈ സന്ദേശം ഉയർത്തി വിസ്ഡം സ്റ്റുഡൻസ് പ്രഖ്യാപിച്ച ഈ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഈ നാട്ടിൽ മാറ്റി നിർത്താനാണ്, നമ്മുടെ അടുത്ത തലമുറക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന നായകന്മാരെ വാർത്തെടുക്കാനാണ് എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്.